എന്ത് നല്ലത് സംഭവിച്ചു എന്നാടാ നീ പറയുന്നത്? നീ തന്ന കാശ് കൊണ്ടാ പ്രീതിയെ കെട്ടിച്ചയച്ചത്. എന്നിട്ടിപ്പോ എന്തായി? അവളുടെ ജീവിതം കൈവിട്ട അവസ്ഥയിലല്ലേ? നാട്ടുകാർ അവളെ കുറിച്ച് പറയുന്നത് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത് ശരി, നിന്റെ മോളൊരു പിഴയായിട്ട് വളർന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? നീയൊക്കെ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന വെറും വൃത്തികെട്ടവനാ. നിന്നെ പോലുള്ള സാത്താന്റെ സന്തതികള് മനംമാറ്റം സംഭവിച്ച് പുണ്യാളനാവാൻ നോക്കരുത്. അത് സാത്താനോട് കാണിക്കുന്ന നെറിയടാ. സാത്താൻ അതിനോട് ക്ഷമിച്ചത് വരില്ല. ഇനി സാത്താൻ ക്ഷമിച്ചാലും ഈ ഗോപാലൻ ക്ഷമിക്കില്ല. ഗോപാൽജി എന്താ ആലോചിച്ചിരിക്കുന്നത്? ഏയ്, ഞാൻ ആ പീതാംബരനെ കുറിച്ചൊന്ന് ചിന്തിക്കായിരുന്നു. അയാൾക്ക് ശത്രുക്കൾക്ക് ഒരു പഞ്ഞമില്ലായിരുന്നു. എനിക്ക് ആ ഹരീഷിന് നല്ല സംശയമുണ്ട്. പ്രീതിയുടെ ഭർത്താവോ? പ്രീതിയുമായിട്ടുള്ള ബന്ധം തകർന്നതിൽ അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. സംഗതി ശരിയാ, പക്ഷേ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും ആ ചെറുക്കനുണ്ടാവില്ല. മാത്രമല്ല, അവന് കൊല്ലാൻ തോന്നേണ്ടത് പ്രീതിയല്ലേ? അവനെ വേണ്ടെന്ന് വെച്ചാൽ അവളല്ലേ? പീതാംബരൻ അവസാന നിമിഷം വരെ അവരെ ഒരുമിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കൊല ചെയ്യേണ്ട ആവശ്യം ഹരീഷിനുണ്ടോ? അവനല്ലെങ്കിൽ പിന്നെ ആരാ? ഗോപാൽജിയാണോ?